everyone, welcome back to my channel NCRT മലയാളം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ പാർട്ടീസ്, ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി, ജോഗ്രഫിയിലാണെങ്കിൽ തന്നെ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമി എന്ന ലാസ്റ്റ് ചാപ്റ്റർ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, സയൻസിലും കുറേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, ഇലക്ട്രിസിറ്റി, കെമിക്കൽ ഇക്വേഷൻസ് ആൻഡ് റിയാക്ഷൻ, ഹെറിഡിറ്ററി. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ പ്ലേലിസ്റ്റിലായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നല്ല സപ്പോർട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം. ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക. ഇനി ഇത് ചാനൽ കാണാത്തതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നോട്ടിഫിക്കേഷനിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് എനിക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നല്ല സപ്പോർട്ടാണ്, നമ്മൾ നല്ല മക്കളാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക, പാഠഭാഗങ്ങളൊക്കെ എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യുക കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 6 മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കുറച്ച് ലെങ്തിയാണ്, എന്നാൽ നമുക്ക് കുറേ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത്യാവശ്യം വേണ്ട പോയിൻറ്റ്സൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലൊരു സ്റ്റോറി ഉണ്ട്. അതായത് ദിവാലിയുടെ സമയത്ത്, ഇപ്പോൾ ദിവാലിയുടെ സമയമാണല്ലോ അല്ലേ, നമ്മൾ ഈ ചാപ്റ്റർ എടുക്കുന്നതും ഈ ചാപ്റ്റർ ഉള്ളതും ഒരേ സമയമാണ് അല്ലേ. ഇപ്പോൾ ദിവാലിയാണ് എല്ലായിടത്തും, ഓൾ ഇന്ത്യ മൊത്തം ദിവാലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് എന്ത് ചെയ്തു, മാർക്കറ്റിൽ അവൻ്റെ പാരൻസിനൊപ്പം പോയിട്ട് ഒരുപാട് ഷൂസ്, ക്ലോത്ത്സൊക്കെ പർച്ചേസ് ചെയ്തു. കുറേ അമ്മയാണെങ്കിൽ കുറേ യൂട്ടൻസിൽസ്, പാത്രങ്ങൾ, ഷുഗർ, ടീ, ദിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ദിയ വേണമല്ലോ, ദീപാവലിക്ക് എന്താണ് മെയിനായിട്ട് ദിയയാണല്ലോ. ദിയൊക്കെ വാങ്ങി ഹരീഷ് നോക്കി എത്രത്തോളം സാധനങ്ങളാണ് ഫുള്ള് ഓരോ കടയിലൊക്കെ. എങ്ങനെയായിരിക്കും ഇത്രത്തോളം സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക. ഫാദറിനോട് ചോദിച്ചപ്പോൾ ഫാദർ ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഹിസ് ഫാദർ എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഷൂസ്, ക്ലോത്ത്സ്, ഷുഗർ എക്സെട്ര ആർ മാനുഫാക്ചർഡ് ബൈ മെഷീൻസ് ഇൻ എ ലാർജ് ഇൻഡസ്ട്രീസ്. ഓരോ മെഷീൻ വഴിയാണ് ഒരുപാട് ഇൻഡസ്ട്രീസിൽ, വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന യൂട്ടൻസിൽസ്, അതായത് പാത്രങ്ങളും കുറച്ച് സ്മോൾ ഇൻഡസ്ട്രീസിലുണ്ടാക്കും. ദിയാസ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഇങ്ങനെ ദിയൊക്കെ ഉണ്ടാക്കുന്ന കലാവിരുദ്ധുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ക്ലേ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ, അവർ ദിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും അധികം സാധനങ്ങൾ ദിവാലിയുടെ സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഐഡിയാസ്, ഒരു ഇൻഡസ്ട്രിയെ പറ്റി എന്തൊക്കെയാണ് ഐഡിയാസ്? അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് മാനുഫാക്ചറിങ് എന്നതിൻ്റെ ഡെഫിനിഷനാണ്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റീസ് ആഫ്റ്റർ പ്രോസസ്സിങ് ഫ്രം റോ മെറ്റീരിയൽസ് ടു മോർ വാല്യുബിൾ പ്രൊഡക്ട്സ് ഈസ് കോൾഡ് മാനുഫാക്ചറിങ്. അപ്പോൾ ഓരോ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ, ഒരുപാട് വലിയ വലിയ ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ, റോ മെറ്റീരിയൽസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് അതിനെന്താക്കും, ഈ റോ മെറ്റീരിയലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിനെ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാക്കി മാറ്റുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു, മാനുഫാക്ചറിങ് എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, പേപ്പർ ഇല്ലേ, പേപ്പർ എങ്ങനെ ഉണ്ടാക്കുന്നത്, പേപ്പർ മരത്തുനിന്നാണ് ഉണ്ടാവുന്നത് അല്ലേ, ബാമ്പൂ എന്നാണ് പേപ്പർ ഉണ്ടാവുന്നത്. ഷുഗർ ആണെങ്കിൽ ഷുഗർ കെയിനിൽ നിന്ന്, അയൺ ഓർസിൽ നിന്ന് അയണും സ്റ്റീലും നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഒരുപാട് ക്ലോത്ത്സ് ആണെങ്കിൽ പോലും നൂലിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ സെക്കൻഡറി ആക്ടിവിറ്റീസിൽ ആളുകൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, പ്രൈമറി മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് പീപ്പിൾ എംപ്ലോയിഡ് ഇൻ ദി സെക്കൻഡറി ആക്ടിവിറ്റീസ് മാനുഫാക്ചർ ദി പ്രൈമറി മെറ്റീരിയൽസ് ഇൻ ടു ദി ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ പ്രൈമറി മെറ്റീരിയൽസിനെ ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡറി ആക്ടിവിറ്റീസൊക്കെ ആളുകൾ ചെയ്യുന്നത്. The workers employed in the steel factories etc. fall into this category. അപ്പോൾ സ്റ്റീൽ ഫാക്ടറീസിലെ ആൾക്കാർ, കാറ്, ബ്രൂവറീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ബേക്കറീസ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് പ്രൈമറി മെറ്റീരിയൽസിനെയാണ് ആശ്രയിക്കുന്നത് അല്ലേ. ഇനി സം പീപ്പിൾ ആർ എംപ്ലോയിഡ് ഇൻ പ്രൊവൈഡിങ് സർവീസസ്. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ മെയിൻലി കൺസേൺഡ് വിത്ത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വിച്ച് ഫോൾ ഇൻ ദ സെക്കൻഡറി സെക്ടർ. അപ്പോൾ മെയിനായിട്ട് ആളുകൾ സർവീസസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലും സെക്കൻഡറി സെക്ടറിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഒരു കൺട്രിയുടെ എക്കണോമിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആരാണ്, ഡെവലപ്മെൻറ്റും ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റാണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനുഫാക്ചറിങ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു, ഒരു കൺട്രിയുടെ ബാക്ക് ബോൺ ഓഫ് ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒക്കെ മാനുഫാക്ചറിങ് സെക്ടറാണ്. ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കാം.
അപ്പോൾ ഒന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നമ്മുടെ അഗ്രികൾച്ചറിനെ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു വെച്ചാൽ they reduce the heavy dependence of people on agricultural income by providing them jobs in secondary and tertiary structure. അപ്പോൾ നമ്മുടെ ഈ അഗ്രികൾച്ചറിൽ മാത്രം ജോബ് പ്രൊവൈഡ് ചെയ്യാതെ വേറെ മേഖലകളിലും നമുക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? ഈ പറയുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് സഹായിക്കുന്നു. അതായത് ദേ ക്യാൻ പ്രൊവൈഡ് ജോബ്സ് ഇൻ സെക്കൻഡറി ടേർഷ്യറി സെക്ടേഴ്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് വെച്ചാൽ ഏകദേശം കുറേ ഇൻഡസ്ട്രീസൊക്കെ വരുമ്പോൾ ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ദാരിദ്ര്യം, പോവേർട്ടിയും എന്ത് ചെയ്യും, ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറയും, കുറക്കാൻ പറ്റും. അതായത് കൂടുതൽ ആൾക്കാരും മെയിനായിട്ട് നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിലല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, മെയിനായിട്ട് അഗ്രികൾച്ചറാണ്. കൂടാതെ തന്നെ ജോയിൻറ്റ് സെക്ടേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യും, തൊഴിലിനുള്ള അവസരം കിട്ടും അല്ലേ. മെയിൻലി ആരുടെ ഇടയിലാണ്? ഈ പറയുന്ന ട്രൈബൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസിൽ, അതായത് ആദിവാസി അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരിലായിരിക്കും കൂടുതൽ ഇത് സഹായിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്ട്സ്, ഫിനിഷ്ഡ് ഗുഡ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ വേറെ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക, കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഫോറിൻ ട്രേഡ് കൂടിയിട്ട് നമ്മുടെ നാടിൻ്റെ എക്കണോമി വർദ്ധിപ്പിക്കും അല്ലേ. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് countries that transform their raw materials into a wide variety of furnished goods of higher value are prosperous. അപ്പോൾ ഇങ്ങനത്തെ കൺട്രീസ്, നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത കൺട്രീസ്, ഗുഡ്സൊക്കെ ഉണ്ടാക്കിയെടുത്ത കൺട്രീസ് നല്ല രീതിയിൽ എന്ത് ചെയ്യും, നല്ല പ്രോസ്പെറസ് ആകും. അതുപോലെ തന്നെ ഇന്ത്യാസ് പ്രോസ്പെരിറ്റി ലൈസ് ഇൻ ഇൻക്രീസിങ് ആൻഡ് ഡൈവേഴ്സിഫൈയിങ് ഇറ്റ്സ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആസ് ക്വിക്കലി ആസ് പോസിബിൾ. അപ്പോൾ ഇന്ത്യയുടെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ്. അവരുടെ ഒരുപാട് മേഖലകളുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ്റെ ഈ പറയുന്ന എക്കണോമിയൊക്കെ വർദ്ധിപ്പിക്കുള്ളൂ. അപ്പോൾ അഗ്രികൾച്ചറും ഇൻഡസ്ട്രീസും എപ്പോഴും ഒരുമിച്ച് വേണം. അതായത് ദേ ആർ നോട്ട് എക്സ്ക്ലൂസീവ് ഓഫ് ഈച്ചർ. അവരൊന്നില്ലെങ്കിൽ ഒന്നില്ല എന്നർത്ഥം. അതായത് ഒന്നും രണ്ടും ഒരുപോലെ പോകുന്നൊരു സാധനമാണ്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. കാരണം വെച്ചാൽ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിന് എന്ത് വേണം, പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഹാവ് ഗിവൺ എ മേജർ ബൂസ്റ്റ് ടു അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് മെയിനായിട്ട് ബൂസ്റ്റ് ചെയ്ത അഗ്രോ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ദേ ഡിപ്പെൻഡ് ഓൺ ദ ലേറ്റർ ഫോർ റോ മെറ്റീരിയൽസ് ആൻഡ് സെൽ ദെയർ പ്രോഡക്ട്സ് സച്ച് ആസ് ഇറിഗേഷൻ പമ്പ്സ്. അപ്പോൾ അവർ ഈ അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? അഗ്രോ ബേസ്ഡ് കൺട്രീസിൽ നിന്നാണ് മെയിനായിട്ട് പറയുന്ന ഇറിഗേഷൻ പമ്പുകളും ഫെർട്ടിലൈസർ, അതായത് വളങ്ങളും പിന്നെ ഇൻസെക്ടിസൈഡ്സ്, അതായത് ഇൻസെക്റ്റിനെ കൊല്ലാൻ വേണ്ടിയുള്ള ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളും, പ്ലാസ്റ്റിക്, PVC പൈപ്പുകൾ, മെഷീനുകൾ, ടൂൾസൊക്കെ വേണ്ടത്. അതൊക്കെ ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസാണ്. അപ്പോൾ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിൻ്റെ ഒരു ബാക്ക് ബോണാണെന്നൊക്കെ നമുക്ക് പറയാം. ദിസ് ഡെവലപ്മെൻറ്റ് ആൻഡ് കോമ്പറ്റേറ്റീവ് മാനുഫാക്ചറിങ് ഓഫ് ഇൻഡസ്ട്രീസ് ഹാസ് നോട്ട് ഓൺലി അസിസ്റ്റഡ് അഗ്രികൾച്ചറിസ്റ്റ് ഇൻ ഇൻക്രീസിങ് their production but also made the production process very efficient. അപ്പോൾ ഇവരെ മാത്രമല്ല നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ ഓരോ അഗ്രികൾച്ചർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടി തന്നെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി സഹായിച്ചു. ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ഡേ നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ചും കൂടെ എഫക്റ്റീവുമാണ്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവാണ് അല്ലേ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ സെൽഫ് സഫിഷ്യൻസി മാത്രം പോരാ നമുക്ക് ജീവിക്കാൻ, നമ്മുടെ എല്ലാവിധ മാനുഫാക്ചർഡ് ഗുഡ്സൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ്സിൽ അവൈലബിളൊക്കെ ആവണം അല്ലേ. ഇനി എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രി ടു നാഷണൽ എക്കണോമി? അപ്പോൾ ഓരോ ഇൻഡസ്ട്രീസും നമ്മുടെ നാഷണൽ എക്കണോമിക്ക് എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും? നമ്മൾ 20 വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ 17% GDP എന്ന് പറയുന്നത്, GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, GDP എന്ന് പറയുന്നത് മെയിനായിട്ട് 17% കൊടുക്കുന്നത് മാനുഫാക്ചറിങ് സെക്ടറിലാണ്. ആ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ 27% എന്താണ് ഇങ്ങനെ പറയുന്ന അതിനകത്ത് പറയുന്ന മൈനിങ്ങും ക്വാറിങ്ങും ഇലക്ട്രിസിറ്റിയും ഗ്യാസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറയാണ്. അവിടെയൊക്കെ എത്ര അറിയോ? 25 to 30% ഈ പറയുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ ഈ ട്രെൻഡ് ഓഫ് ഗ്രോത്ത് റേറ്റ് ഇൻ മാനുഫാക്ചറിങ് ഓവർ ദ ലാസ്റ്റ് ഡീക്കേഡ് ഹാസ് ബീൻ അറൗണ്ട് 7% പെർ ആനം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഓരോ വർഷം കൂടുതലും 7% കൂടി വരുന്നതാണ്. അപ്പോൾ ഡിസൈഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അടുത്ത വർഷം 12% ഉയരും.
അപ്പം 2013 മുതൽ ഏകദേശം 9 to 10% മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വഴി ആനത്തിൽ ഓരോ വർഷം ഓരോ ഇയർലി ഇത് കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ with appropriate policy interventions by government and renewed efforts by industry to improve productivity, economists predict that manufacturing can achieve its target over the next decade. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രിക്ക് മനസ്സിലായി, അടുത്ത വർഷം മാനുഫാക്ചറേഴ്സ് എന്തായാലും മനസ്സിലായി ഇങ്ങനെയൊക്കെ കൂടുകയാണെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഒരു ടാർഗറ്റ് ഇവർ എത്തിച്ചേരുന്നു. അപ്പോൾ നാഷണൽ മാനുഫാക്ചറിങ് കോമ്പറ്റീവ്നെസ് കൗൺസിൽ NMCC എന്ന് വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി, അതായത് ഇവരുടെ ഓരോ ഇയർലി ആനത്തിലുള്ള GDP കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ NMCC സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കാരണം എന്താണ്, ഒരുപാട് ഇങ്ങനെ റോ മെറ്റീരിയലും ലേബറും, അത് ജോലിക്കാരെ, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ, പവർ, മാർക്കറ്റൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ എല്ലാം കൂടെ ഏത് പ്ലേസിലാണോ നല്ല അവൈലബിളും അതുപോലെ ചീപ്പറായിട്ടും വില കുറവിലും ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. Consequently, manufacturing activity tend to locate at the most appropriate place where all the factors are available or can be arranged at a lower cost. നമ്മൾ പറഞ്ഞില്ലേ, അത് ചെറിയൊരു എമൗണ്ടിൽ അല്ലെങ്കിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഇനി തുടങ്ങി വെച്ചാൽ തന്നെ അർബനൈസേഷൻ ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്. സംടൈംസ് ദ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഓർ നിയർ ദ സിറ്റീസ്. അപ്പോൾ ചില സമയത്ത് ഇൻഡസ്ട്രീസ് ഇങ്ങനെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ സിറ്റീസിലായിരിക്കും, അതായത് അർബനൈസേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒരേ രീതിയിൽ പോകുന്ന രണ്ട് സാധനങ്ങളാണ്. കാരണം സിറ്റീസ് എന്ത് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ സിറ്റീസ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, ലേബർ, കൺസൾട്ടൻസ്, ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സിറ്റീസാണ് ഈ ഇൻഡസ്ട്രിക്ക്. അപ്പോൾ മെനി ഇൻഡസ്ട്രീസ് ടെൻഡ് ടു കം ടുഗെദർ ടു മേക്ക് യൂസ് ഓഫ് അഡ്വാൻറ്റേജസ് ഓഫേർഡ് ബൈ ദ ഏർബൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഏർബൻ സെൻറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ, അതായത് ഇങ്ങനത്തെ ഏർബൻ ഏരിയാസ് ഉണ്ടാകുമ്പോൾ, ഏർബൻ ഏരിയയിൽ ഒരുപാട് ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ കൺസൾട്ടൻസ്, ബാങ്കിങ്സ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, ലേബേഴ്സൊക്കെ കൂടുതലായതുകൊണ്ട് ഇങ്ങനത്തെ ഈ ഏർബൻ സെൻറ്റേഴ്സിൽ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്ലോമറേഷൻ എക്കണോമീസ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാജുവലി എ ലാർജ് ഇൻഡസ്ട്രിയൽ അഗ്ലോമറേഷൻ ടേക്സ് പ്ലേസ്. അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രിയൽ അഗ്ലോമറേഷൻ അല്ലെങ്കിൽ കൂടിച്ചേർച്ച കുറേ ഉണ്ടാകും. അപ്പോൾ പ്രീ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്താണെങ്കിൽ മുംബൈ, കൊൽക്കത്ത, ചെന്നൈക്കായിരുന്നു കൂടുതൽ ട്രേഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെന്ന് പറയുമ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ പോലും ഓരോ അർബൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതിന് ചുറ്റും എന്തുണ്ട്, ഒരു അഗ്രികൾച്ചറലായിട്ടുള്ള റൂറൽ ഹിൻഡർലാൻഡും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രി മാർക്കറ്റ് ഓർ ലിങ്കേജ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയിൽ ഇൻപുട്ടിൽ എന്ത് വേണം, ഇൻപുട്ട് ഉണ്ടാവാൻ എന്ത് വേണം, നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത് റോ മെറ്റീരിയൽസ് ആണ് അല്ലേ. എന്താണോ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കാൻ പോകുന്നത് അതിന് നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയും. അത് പിന്നെ അതുപോലെ തന്നെ ഫാക്ടേഴ്സും വേണം. എന്തൊക്കെ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രീസ് നമുക്ക് മണിയുടെ ആവശ്യമില്ലേ. അതെന്ത് ചെയ്യും, ഇനി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഫാക്ടറിയിലേക്ക് എത്തിക്കും. എന്നിട്ട് ആ ഫാക്ടറിയിൽ നിന്ന് ഈ റോ മെറ്റീരിയൽസൊക്കെ എന്താകും, ഔട്ട്പുട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിങ്ങോട്ട് ട്രാൻസ്പോർട്ട് വഴി മാർക്കറ്റിലേക്ക് എത്തിക്കും. പിന്നെ അപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിച്ചാൽ എന്ത് കിട്ടും, നമുക്ക് മണി കിട്ടില്ല. ആ മണി വെച്ചിട്ട് പിന്നെയും എന്ത് ചെയ്യും, ഒരു റോ മെറ്റീരിയൽസ് വാങ്ങുന്നു, പിന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഫാക്ടറീസിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സ് സൈക്കിൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യും. ദ കീ ടു ഡിസിഷൻ ഓഫ് ദ ഫാക്ടറി ലൊക്കേഷൻ ഇസ് എ ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഫാക്ടറി ലൊക്കേഷൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കോസ്റ്റ് വളരെ കുറവാണ്. ഗവൺമെൻറ് പോളിസീസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ലേബർ ആർ ഓൾസോ ഇൻഫ്ലുവൻസ് ദ ലൊക്കേഷൻ ഓഫ് ദ ഇൻഡസ്ട്രി. അപ്പോൾ ഗവൺമെൻറ് പോളിസീസും, ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ അവർക്ക് ഇതിങ്ങനെ ഇൻഡസ്ട്രീസ് അലൗഡ് ഉള്ളൂ അല്ലേ. ചില സ്ഥലത്ത് മൈനിങ് ഒക്കെ ഉള്ള സ്ഥലത്ത്, ചില സ്ഥലത്ത് കൂടുതൽ ക്വാറി, അതുപോലെ തന്നെ ഇങ്ങനെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആയിട്ടുള്ള കാടുകളുടെ അടുത്തുള്ള സ്ഥലങ്ങളൊന്നും ഒരിക്കലും നമുക്കിങ്ങനെ ഇൻഡസ്ട്രീസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിഫോറസ്ട്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗവൺമെൻറ് പോളിസീസും സ്പെഷ്യലൈസ്ഡ് ലേബറൊക്കെ അനുസരിച്ച് മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ആവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രിയുടെ വേണമെങ്കിൽ എന്തൊക്കെയാണ്, എല്ലാ ഒത്തുചേരാനൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഒന്നെന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് റോ മെറ്റീരിയൽസ് അറ്റ് ദ സൈറ്റ്. അപ്പോൾ സൈറ്റിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് കോസ്റ്റ് അത് കുറവായിരിക്കണം അല്ലേ. പിന്നെ പ്രൊഡക്ഷൻ അറ്റ് ദ സൈറ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കുറവായിരിക്കണം. ഡിസിഷൻ ടു ലൊക്കേറ്റ് ഫാക്ടറി അറ്റ് ദ സൈറ്റ്, ഇതിൻ്റെ അടുത്ത് ഒരു ഫാക്ടറി ഉണ്ടാവാനും ഒരു ഡിസിഷനും വേണം.
കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റും ഒക്കെ തീരുമാനിക്കണം. ഇതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.